ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണർ കെ.എസ്. ബൈജുവിന് ജാമ്യം കിട്ടിയെന്ന വാർത്തയാണ്. കട്ടിളപ്പാളി കേസിലാണ് ജാമ്യം അനുവദിച്ചത്. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ കെ.എസ്. ബൈജു ജയിലിൽ തുടരും. അതേസമയം ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് കൊല്ലം വിജിലൻസ് കോടതി റിമാൻഡ് ചെയ്തത്. എ.വി. ജയശങ്കർ വിവരങ്ങളുമായി. എ.വി. ജയശങ്കർ, ഇപ്പോൾ കെ.എസ്. ബൈജുവിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സ്വാഭാവിക ജാമ്യമല്ലേ? അതായത് സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളി കേസിലാണ് കെ.എസ്. ബൈജുവിന്റെ നിലവിൽ കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പക്ഷേ ദ്വാരപാലകപ്പാളി കേസിൽ അദ്ദേഹത്തിന് 90 ദിവസം പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ നിലവിൽ സ്വാഭാവിക ജാമ്യം ലഭിക്കില്ല. അതുകൊണ്ട് കെ.എസ്. ബൈജു ജയിലിൽ തന്നെ തുടരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എന്തായാലും കൊല്ലം വിജിലൻസ് കോടതി സ്വാഭാവിക ജാമ്യമാണ് കട്ടിളപ്പാളി കേസിൽ മുൻ തിരുവാഭരണം കമ്മീഷണറായ കെ.എസ്. ബൈജുവിന് അനുവദിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ജാമ്യ ഉത്തരവ് കോടതി പുറത്തിറക്കിയത്. പക്ഷേ ഇങ്ങനൊരു ഉത്തരവ് ലഭിച്ചുവെങ്കിൽ പോലും കെ.എസ്. ബൈജുവിന് ജയിൽ മോചിതനാകാൻ കഴിയില്ല. ദ്വാരപാലകപ്പാളി കേസിൽ അദ്ദേഹം അറസ്റ്റിലായിട്ട് 90 ദിവസം ഇതുവരെ പൂർത്തിയായിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിൽ കെ.എസ്. ബൈജു പുറത്തിറങ്ങില്ല. പക്ഷേ അദ്ദേഹത്തിന് ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കുന്നു. ഈ കേസിൽ ജാമ്യം ലഭിക്കുന്ന 6ാമത്തെ വ്യക്തിയാണ് കെ.എസ്. ബൈജു. ഈ രണ്ടാമത്തെ ദ്വാരപാലകപ്പാളി കേസിൽ കൂടി ജാമ്യം ലഭിച്ചാൽ ബൈജുവിന് പുറത്തിറങ്ങാനാകും. ഒപ്പം തന്നെ ഈ ശങ്കർദാസിന്റെ കസ്റ്റഡി കാലാവധിയും കൊല്ലം വിജിലൻസ് കോടതി നീട്ടിയിട്ടുണ്ട്. 26 വരെ 14 ദിവസത്തേക്കാണ് അദ്ദേഹത്തിന്റെ കസ്റ്റഡി കാലാവധി, ജുഡീഷ്യൽ കസ്റ്റഡി കാലാവധി നിലവിൽ കോടതി നീട്ടിയിരിക്കുന്നത്. സ്മൃതി, ശരി. കെ.എസ്. ബൈജുവിന് ഒരു കേസിലാണ് ഇപ്പോൾ സ്വാഭാവിക ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ മുൻ തിരുവാഭരണ കമ്മീഷണറായ കെ.എസ്. ബൈജുവിന് കട്ടിളപ്പാളി കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചത്. ദ്വാരപാലക കേസിൽ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ കെ.എസ്. ബൈജു ജയിലിൽ തുടരും. ഈ ദ്വാരപാലക കേസിൽ 90 ദിവസമാകാൻ ഇനി എത്ര ദിവസം കൂടി ബാക്കിയുണ്ട്? ജയശങ്കർ. ഇതിനിടയ്ക്ക് ദേവസ്വം ബോർഡ് മുൻ അംഗം കെ.പി. ശങ്കരദാസിനെ വീണ്ടും റിമാൻഡ് ചെയ്തിട്ടുണ്ട് 14 ദിവസത്തേക്ക്. ജയശങ്കർ, ഇപ്പോൾ ഒരു കേസിലാണ് സ്വാഭാവിക ജാമ്യം കിട്ടിയിരിക്കുന്നത്. അടുത്ത കേസിലെ 90 ദിവസം തികയാൻ ഇനി കൂടുതൽ ദിവസങ്ങളുണ്ടോ? അതായത് സ്മൃതി, ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് ഇനി കെ.എസ്. ബൈജുവിന് രണ്ടാമത്തെ കേസിൽ കുറച്ചധികം ദിവസമുണ്ട്. പിന്നീടാണ് ഇദ്ദേഹത്തെ ദ്വാരപാലകപ്പാളി കേസിൽ പ്രതി ചേർക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ആ കേസിലും കൂടി ഇതാവുന്ന ഘട്ടത്തിൽ മാത്രമേ കെ.എസ്. ബൈജുവിന് പുറത്തിറങ്ങാൻ സാധിക്കൂ. നിലവിൽ എന്തായാലും പ്രോസിക്യൂഷൻ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം ഈ കേസിൽ ഓരോ പ്രതികളായി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് പ്രോസിക്യൂഷൻ സംബന്ധിച്ച് ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ വലിയ തിരിച്ചടിയാണ്. ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് ഇതുവരെ സാധിക്കാത്തൊരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം കുറ്റപത്രം സമർപ്പിച്ച് കൂടുതൽ പ്രതികൾ പുറത്തിറങ്ങുന്നത് തടയുക എന്നൊരു നീക്കത്തിലേക്ക് അന്വേഷണ സംഘം കടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോൾ പോലും തൊണ്ടി മുതലില്ലാത്തത്, ഇതുവരെ കണ്ടെത്താത്തത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ വലിയ തിരിച്ചടി പ്രോസിക്യൂഷൻ നൽകുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട 6ാമത് ജാമ്യം ലഭിക്കുന്ന വ്യക്തിയാണ് കെ.എസ്. ബൈജു. പക്ഷേ ദ്വാരപാലകപ്പാളി കേസിൽ ഇപ്പോഴും റിമാൻഡിൽ തുടരുന്ന സാഹചര്യമായതിനാൽ തന്നെ കെ.എസ്. ബൈജുവിന് ഇറങ്ങാനാകില്ല. അത് വെറും സാങ്കേതിക പ്രശ്നങ്ങളുടെ ഭാഗമായാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനിയും കൂടുതൽ ഓരോ ആളുകൾ അറസ്റ്റിലായി 90 ദിവസം പൂർത്തിയാകുന്ന സാഹചര്യമാണുള്ളത്. ഏകദേശം അടുത്ത മാസത്തോടുകൂടി പത്മകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കസ്റ്റഡി കാലാവധി 90 ദിവസം പിന്നിടും. പക്ഷേ അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ തന്നെ എങ്ങനെ ഈ കേസുമായി മുന്നോട്ട് പോകുമെന്നൊരു വലിയ വെല്ലുവിളി നിൽക്കുന്നുണ്ട്. കാരണം സ്വാഭാവിക ജാമ്യം ഈ പ്രതികളുടെ അവകാശമാണെന്ന് നേരത്തെ തന്നെ കൊല്ലം വിജിലൻസ് കോടതി പറഞ്ഞു കഴിഞ്ഞു. അതിനപ്പുറത്തേക്ക് ഈ ആളുകളെ പിടിച്ചു നിർത്താനാകില്ലെന്നാണ് കോടതിയുടെ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഓരോ ആളുകളെ ഇങ്ങനെ ഇറങ്ങുന്നു. 5 പ്രതികൾ ഇതിനകം സ്വാഭാവിക ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. 6ാമത്തെ പുറത്തിറങ്ങൽ പത്മകുമാറിന്റെ കാര്യത്തിൽ ഏതായാലും ഈ മാസം അവസാനമാണ് സ്വാഭാവിക ജാമ്യം, അതായത് 90 ദിവസം പൂർത്തിയാവുക. അതിനു മുൻപ് കുറ്റപത്രം സമർപ്പിക്കാനുള്ള സാധ്യതയും വളരെ കുറവാണ്.